ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇൻട്രോ ആയിട്ട് കാശിക്കോടിനാണ് കേട്ടോ ആദ്യം എത്തിയിട്ടുള്ളത്. അപ്പം മെല്ലു ഫ്രം പൂനെ ഹിയർ. അപ്പം ഇത് നമ്മളൊരു ഈവനിങ് വാക്കുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കടുക്കി മാർക്കറ്റിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ആദ്യമായിട്ട് കണ്ട ഒരു അതിഥിയാണ് കേട്ടോ ഇത്. നമ്മൾ ഇന്ത്യൻ ആർമീൻ്റെ എന്താ പറയുക, ഇത് കാണുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രൗഡ്ഫുൾ മൊമെൻ്റാണിത്. അപ്പം നമ്മൾ ഇവിടെ ടാങ്കിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് ഞാനും കാശിക്കോടിനും കുറേ നേരം നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലക്ഷ്യസ്ഥാനത്തേക്കായ മാർക്കറ്റിലേക്ക് നമ്മൾ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. എപ്പോഴും മാർക്കറ്റിലേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കും, പക്ഷേ മഴ കാരണം അധികം ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്നെന്താ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഇറങ്ങാൻ വിചാരിച്ചു. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ പോകാം മാർക്കറ്റിലേക്ക്. അപ്പോൾ അച്ഛനും അമ്മേനെ മാർക്കറ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ വൈകുന്നേരം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തി. ഇതാണ് കേട്ടോ മാർക്കറ്റിൻ്റെ എൻട്രി സൈഡ്. അപ്പോൾ മാർക്കറ്റിൽ എത്തിയിരുന്നത് തന്നെ കാശിക്കോടിന് ഒരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് വാങ്ങാൻ പറഞ്ഞു. അവിടെ തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ആ ബേക്കറിലേക്ക് പോയി കാശിക്കോടിന് ആവശ്യമുള്ള ചോക്ലേറ്റും മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നേരെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ മാർക്കറ്റിൻ്റെ ഓരോ കാഴ്ചകൾ. അപ്പോൾ ഇതെന്തൊരു സ്വീറ്റ്സ് ഐറ്റംസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ നോക്കി ഞങ്ങൾ നേരെ ചെരുപ്പ്, അതുപോലെ തന്നെ ഡ്രസ്സ്, ഈ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളൊന്നുമില്ല. ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മാർക്കറ്റിൽ എല്ലാം ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഞങ്ങൾ പറയില്ലേ, അതുപോലെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനങ്ങളുമില്ല. പക്ഷേ ഈ മാർക്കറ്റിൻ്റെ എല്ലാ റേറ്റ് എന്ന് പറയുന്നത് 150, 200, 300, 250 ആ ഒരു റേറ്റ്, ചീപ്പ് റേറ്റിനാണ് കേട്ടോ ഐറ്റംസൊക്കെ ഉള്ളത്. ഇതുപോലെ ഫുഡ് ഐറ്റംസ്, ചോളം പുഴുങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുമ്പോട്ട് നടക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഒരുപാട് ലേഡീസ് ഡ്രസ്സിൻ്റെയാണ് കേട്ടോ ആ സെക്ഷൻ. അത് കഴിഞ്ഞ് മെഹന്തിയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. മെഹന്തി അവർ ഇട്ട് തരികയും ചെയ്യും കേട്ടോ, ഒരു സ്റ്റിക്ക് വെച്ചിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ഈ കാണുന്നത്, കമ്മലുകൾ. ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇതുപോലെ ഒരുപാട് സൈഡിൽ ഇങ്ങനെ കമ്മലുകൾ ഉണ്ടാവും കേട്ടോ. അതുപോലെ കിഡ്സിൻ്റെ വേറെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ കാണുന്ന ടോപ്പുകളൊക്കെ 350 രൂപ റേറ്റിലാണ്. അതുപോലെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് തന്നെ അടിച്ചയച്ചതുണ്ട്, അത് 350 രൂപ. അതുപോലെ തന്നെ ലേഡീസ് ബാഗ്സ് അത് 200, 150 ആ ഒരു റേറ്റിലുണ്ട്. അതുപോലെ നല്ല ഷർവാണി ഐറ്റംസ്. അതുപോലെ ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. അതുകൂടാതെ ഒരുപാട് ഷോപ്പുകളുമുണ്ട്. ഷോപ്പുകളിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഇതുപോലെ കാണുന്ന ചുരിദാറും സാരി ഇതൊക്കെ 350, 200 ആ ഒരു റേറ്റിലുള്ള നല്ല അടിപൊളി സെലക്ഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നതാണ് കേട്ടോ ഇത് പാദസരം. അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്രക്കാരുടെ പ്രത്യേകതരം മാലകളൊക്കെയാണ്. അതായത് നമ്മുടെ നാട്ടിലെ കരിമണി മാലയൊക്കെ ഉള്ള അതുപോലത്തെ മാലകളും ഒക്കെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചുരിദാർ ടോപ്പ് നോക്കാൻ പറഞ്ഞു പോയി. ഇതൊക്കെ 350 രൂപയുള്ള ടോപ്പുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പാൻറ്റ് സെറ്റാണ്. അത് കഴിഞ്ഞ് ഇതൊക്കെ കാണുന്നതാണ് 150 രൂപ, 200 രൂപ വിലയുള്ള ടോപ്പുകളാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി സെലക്ഷൻസിലും പല വെറൈറ്റി ടൈപ്പ് മെറ്റീരിയൽസിലും ടോപ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ അടുത്ത പിന്നെന്താ പറയുക മാർക്കറ്റിൻ്റെ ഓരോ സെക്ഷനിലേക്ക് നടന്നുകൊണ്ടിരുന്നു. ശരിക്കും ഈ മാർക്കറ്റൊന്ന് ചുറ്റി കാണാൻ വേണ്ടി ഒരു 5 മണിക്കൂർ തന്നെ എടുക്കണം. എത്ര നടന്നാലും തില്ല, അത്രയും ഐറ്റംസും അതുപോലെ തന്നെ റോഡും ഈ മാർക്കറ്റിലുണ്ട്. അപ്പം നമ്മൾ നേരെ പോയത് പിന്നെ സാരീൻ്റെ സെക്ഷനിലാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ സ്നാക്സ്, ഇവരുടെ പ്രത്യേകതരം സ്നാക്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞങ്ങളൊന്നും കഴിക്കാറില്ല, നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇതൊക്കെ കാണുന്ന കിഡ്സിൻ്റെ ആണ് കേട്ടോ. കിഡ്സിൻ്റെ ഒരു ഏരിയ ആണിത്. കിഡ്സിൻ്റെ ടീഷർട്ട്, അതുപോലെ തന്നെ ലേഡീസിൻ്റെ ആയാലും എല്ലാം. ഇപ്പോൾ ഇതൊക്കെ കാണുന്നതൊക്കെ പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല ബൊക്കകളും അതുപോലെ തന്നെ റോസ് ഫ്ലവറും അതുപോലെ തന്നെ നല്ല മാലകളൊക്കെ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ബൊക്കകളാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈ കാണുന്ന ലേഡീസ് ചെപ്പൽസാണ് കേട്ടോ, ലേഡീസ് സാൻഡൽസ്. ഇതിനൊക്കെ ഒരു 150, വെറും 150 രൂപ മാത്രമേ ഉള്ളൂ. പലതരത്തിലുള്ള നിറത്തിൽ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ്. നമുക്ക് കണ്ടാൽ ഏതെടുക്കും എന്നൊരു ഡൗട്ട് വരുന്ന രീതിയിലുള്ള അത്രയും ചെരുപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഷോപ്പ് മാത്രമല്ല, ഒരുപാട് ഇങ്ങനെ ഒരു 10-15 ഇതേപോലത്തെ സ്റ്റാൻഡിൽ നമുക്ക് ഇതുപോലെ വെറൈറ്റി ഓഫ് ഷൂസും ചെപ്പൽസും എല്ലാം കാണാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ നേരെ നടന്നു പോയത് സാരീൻ്റെ സെക്ഷനിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ സാരി എന്ന് പറഞ്ഞാൽ 100 രൂപ നമുക്കിവിടെ സാരി കിട്ടും. അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. 100, 200, 300 പല റേറ്റിലും നമുക്ക് സാരി ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഷോപ്സിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ കാണുന്ന സാരിക്കൊക്കെ റേറ്റ് കുറവും. ഷോപ്സിൻ്റെ അകത്ത് ചെന്നാൽ നമുക്ക് നല്ല റേറ്റും കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഷോപ്പിൻ്റെ അകത്ത് നമ്മൾ പോയാൽ സാരിക്ക് അത്യാവശ്യം ഒരു 1000 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആയിരിക്കും. 1000, 1500, 2000 ആ ഒരു റേറ്റിലാണ് സാരികളൊക്കെ ഉണ്ടാവൽ. മെറ്റീരിയൽ മാറുന്നതനുസരിച്ചിട്ട് അതിന് ചേഞ്ചസും ഉണ്ടാവും. അപ്പോൾ ഈ കാണുന്നതൊക്കെ ലേഡീസ് ബാഗാണ്. ചെറിയ സൈഡ് ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ വലിയ ബാഗും ഉണ്ട്. ഇതിനൊക്കെ 150 രൂപ, 200 രൂപ അത്രേ വിലയുള്ളൂ കേട്ടോ. നല്ല എന്താ പറയുക, നമുക്ക് കണ്ടിട്ട് ഇങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി തോന്നുന്നു.
അത്രയും ഐറ്റംസാണ് കേട്ടോ ഈ മാർക്കറ്റിൽ ഫുള്ളുള്ളത്. അപ്പോൾ നമ്മൾ പൂനെയിലേക്ക് വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പൂനെയിലുള്ള മലയാളീസ് ഉണ്ടെങ്കിൽ ഈ ഒരു കട്കി മാർക്കറ്റ് ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം. നമുക്കൊന്നും വാങ്ങാനില്ലെങ്കിൽ നമുക്ക് വെറൈറ്റി ഓഫ് കളക്ഷൻസ്, അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് എന്താ പറയുക ഐറ്റംസൊക്കെ ഈ മാർക്കറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ടോപ്പ് ചുരിദാർ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് ഇവിടെ എഴുതിയിട്ട് കാണുന്നുണ്ടാവും. പാൻസിനെല്ലാം 100, ടോപ്പിനൊക്കെ 200. ഇതൊക്കെ നട്ട്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. അതുപോലെ ബദാം, കാഷ്യൂ, അതുപോലെ തന്നെ പപ്പടങ്ങൾ, സ്നാക്സ് ഐറ്റംസ്, ഡേറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഈ സൈഡിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മളെ കേരള ബേക്കറി കണ്ടത് കേട്ടോ. നമ്മളെ കേരളത്തിലെ എല്ലാതരം ബേക്കറി ഐറ്റംസും ഇവിടെ കിട്ടും. ചിപ്സ്, എല്ലാ കേക്ക്സ് എല്ലാം ഇവിടെ കിട്ടും. ഇപ്പോൾ ഞാവലിൻ്റെ സീസൺ കഴിഞ്ഞെങ്കിലും ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഞാവൽപ്പഴം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ മാംഗോസും. ഇപ്പോൾ നമ്മൾ കാണുന്ന മുല്ലപ്പൂവാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. രണ്ട് ഇങ്ങനെ കൂട്ടയിലാക്കിയിട്ട് മുല്ലപ്പൂവുണ്ട്. അതുപോലെ തന്നെ ഇത് ഗണപതി മന്ദിറാണ് കേട്ടോ. അതായത് ഗണപതിയുടെ അമ്പലം. നമ്മളെ കട്കി മാർക്കറ്റിൽ 2 ഗണപതി അമ്പലമാണുണ്ട്. അപ്പോൾ ഈ സൈഡത്തെ ഒരു ഗണപതി അമ്പലം ഇതാണ്. അപ്പോൾ ഒരു അമ്പലം കൂടി ഉണ്ട്, അത് വേറൊരു സൈഡിലാണ്. അപ്പോൾ ഇത് കണ്ടോ കുപ്പിവള, നല്ല രസമില്ല, പല നിറത്തിൽ പല തരത്തിലുള്ള കുപ്പിവളകൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ചന്താണ്. അത് കാഴ്ച കാണാൻ നേരെ മുമ്പോട്ട് പോയി. അപ്പോൾ ഇതാ പേട, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഇവരെ എന്തൊക്കെയോ സ്വീറ്റ്സുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതും കണ്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോയി. ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സും പൂമാലകളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങ നിങ്ങൾ കണ്ടോ, ചെറുനാരങ്ങ ഇങ്ങനെ ഒരു പ്ലേറ്റിലാക്കിയിട്ടാണ് കേട്ടോ ഇവർ സെയിൽ ചെയ്യുന്നത്. 50 രൂപ, അതുപോലെ തന്നെ 100 രൂപയൊക്കെ ഇവർ ചാർജ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെറിയ പ്ലേറ്റിന്. അത് കഴിഞ്ഞ് നമ്മൾ പാനിപ്പൂരി, സ്നാക്സ് ഐറ്റംസ് അതൊക്കെ കണ്ട് നേരെ മുമ്പിലോട്ട് പോയി. അപ്പോൾ ഇത് കണ്ടോ കടല, ഇത് അവർ ഇവിടുന്ന് ചൂടാക്കിയിട്ടും അപ്പോൾ തന്നെ കഴിക്കാൻ തരും കേട്ടോ. ഒരു 1/4 കിലോ 50 രൂപ ആ ഒരു റേറ്റിലാണ് തരുന്നത്. അതുപോലെ തന്നെ പപ്പായ, ഈ ചിക്കൻ സ്റ്റാളാണ് കേട്ടോ. ചിക്കൻ കാല്, അതുപോലെ തന്നെ ചിക്കൻ സമൂസ, കട്ലറ്റ്, ഇതൊക്കെ ചിക്കൻ്റെ വെറൈറ്റി ഓഫ് ഐറ്റംസ് അവിടെ കിട്ടും. അപ്പോൾ ആ കാഴ്ചയും കണ്ട് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അതിഥിയെ കണ്ടത്. അത് വേറെ ആരില്ല, നമ്മുടെ നാട്ടിലെ പ്രമുഖർ തന്നെ വേണം നമുക്ക് പറയാം. നമ്മളെ ചക്കയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വരില്ലാത്ത ചക്ക ഉണ്ടോ ഇവിടെ. ഇത് നല്ല റേറ്റും ഉണ്ടാവും കേട്ടോ. ഇവിടെ 50 രൂപക്കൊക്കെ ഒരു 10 പീസ് അങ്ങനെയൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. വേറൊരു സ്റ്റാളും കൂടി ഉണ്ട്, 2 സ്റ്റാളാണ് ഇവിടെ ഉള്ളത്. ചക്കേൻ്റെ ചക്കപ്പഴത്ത് ചക്കയാണ്. നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ഒരു 50% പോലും നമ്മളിന്ന് കറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയും വലിയ മാർക്കറ്റാണ് ഇത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പൂനെയിലെ ഒരുപാട് സ്ഥലങ്ങളും വിശേഷങ്ങളും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.